അപ്പോൾ ഇതാണ് മിൽസൺസ് പോയിൻറ്റ്. $1 million വ്യൂ ഉള്ള സ്ഥലമാണ്. ഇങ്ങോട്ട് പല സബോബ്സ്, മില്യൺ ആൻഡ് ബില്യൺസ് പ്രോപ്പർട്ടി വാല്യൂ ഉള്ള സ്ഥലങ്ങളാണ്. കാരണം ഞാൻ കാണിച്ചുതരാം. ഓക്കെ, വെയിറ്റ് ഫോർ സം ടൈം, ഐ വിൽ ഷോ യു why this suburb is so expensive, and this is the most expensive suburb. I think so. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്നത് വെച്ചിട്ടുള്ള നോളജിലാണ് ഞാൻ പറയുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് ഏറ്റവും മാർവലസ് ആയിട്ടുള്ള വ്യൂ ഉള്ള സിഡ്നി സബർബിലൊന്നാണ് മിൽസൺസ് പോയിൻറ്റ്. പഴയ കൺസ്ട്രക്ഷൻ്റെ ഭംഗി നോക്കിയ കാശ്. മിൽസൺസ് പോയിൻറ്റിൻ്റെ ആ ഒരു സ്റ്റേഷൻ ഇത് കിടനായിട്ടാണ് ആ ബ്രിഡ്ജിൻ്റെ ഒപ്പം ഒരു പണിത് വെച്ചിരിക്കുന്നത്. അടിപൊളിയല്ലേ? നമ്മളെ മച്ചാൻ്റെ തൊട്ട് എത്തിയിരിക്കുകയാണ്. കണ്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, പെയിൻ്റ് അടിക്കുന്നുണ്ടോ? കണ്ടോ മെയിൻറ്റെയിനിങ് ദ ബ്രിഡ്ജ്. കണ്ടോ, തുരുമ്പിക്കാതിരിക്കാൻ എല്ലാ വർഷവും അവർ പെയിൻ്റ് അടിക്കും. ആൻഡ് ദേ ഡു മെയിൻ്റനൻസ് റിയലി ഗുഡ്. ഇത് 93 വർഷം, 93 years ഇവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താണ് ഇപ്പോൾ കാണുന്നത് ഈ ബ്രിഡ്ജ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ പില്ലേഴ്സ്. കണ്ടോ, ഹാർബർ ബ്രിഡ്ജിന് താഴെയാണ് നമ്മൾ നിൽക്കുന്നത്, അടിയിൽ. ആൻഡ് ഇതാണ് ആ വ്യൂ. ഓ, ഇത് താഴോട്ട് പോരണമെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടണം. ഇതേ വ്യൂ കണ്ടോ, വ്യൂ നോക്കി. ഈ വ്യൂവിനാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത്. സാധാ വ്യൂ അത് ഓക്കെ, പക്ഷെ ബ്രിഡ്ജിൻ്റെ അടിയിൽ നിൽക്കുന്നൊരു ഫീൽ ഉണ്ടല്ലോ എന്നാ. ഓഹോ, ഇപ്പം നിലവിൽ വിശക്കുന്നതിന് കഴിക്കാൻ തരാൻ കിട്ടുമോ? ആദ്യം ഞാൻ ഈ വ്യൂ ഒന്ന് കാണട്ടെ, എന്നിട്ടല്ലേ പക്ഷേ കാണാൻ പറ്റുന്നുണ്ടോ ഈ വ്യൂ? എന്നാ വ്യൂ ആണ്. ഇല്ല, വഴിയില്ലേ? ഈ ഒരു സിഡ്നി വ്യൂ ആണ് നമ്മുടെ സിഡ്നിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് സിഡ്നി ഹാർബർ ബ്രിഡ്ജിൻ്റെ ഏറ്റവും ബെസ്റ്റ് വ്യൂ മിൽസൺസ് പോയിന്റിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിമനോഹരമായിട്ട് ഇത് പണിതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വിത്തൗട്ട് എന്താ പറയുന്നത്, ആ സിഡ്നിയുടെ ഭംഗി കളയാതെ, സ്ഥലത്തിൻ്റെ ഭംഗി കളയാതെ ഇത് രസമായിട്ടാണ് അവർ പണിതിരിക്കുന്നത് അല്ലേ. എന്താ ചോപ്പര ഹൗസ് അല്ലേ? We used to see dreams. അവിടെ നിന്ന് ആ ഭാഗത്തു നിന്ന്, ആ ബിൽഡിംഗ് ഉണ്ടോ, ആ ബിൽഡിങ്ങിൻ്റെ ആ കാണുന്ന ഭാഗത്ത് നോർത്ത് സിഡ്നി ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആ നോർത്ത് സിഡ്നി ഇരുന്നാണ് പലപ്പോഴും സ്വപ്നം കണ്ടിരുന്നത്. ഇവിടെ ആ ബിൽഡിങ്ങിൽ, ആ കാണുന്ന ബിൽഡിങ്ങിൽ എവിടെയെങ്കിലും ഒരു റൂം എടുക്കുമെന്നും ബിസിനസ് തുടങ്ങുമെന്നും ഒക്കെ പറഞ്ഞു ഒത്തിരി സ്വപ്നം കണ്ടുള്ള സ്ഥലമാണ്. ഒത്തിരി സ്വപ്നം കാണാൻ പഠിപ്പിച്ച സ്ഥലമാണ്. ഒത്തിരി നമ്മളെ ഇന്നിപ്പോൾ ഞാനിവിടെ നിന്നിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്താണെന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, വൺ ഓഫ് ദ റീസൺ ഈസ് സിഡ്നി. ഈ ഒരു സിറ്റി നമ്മളെ സ്വപ്നം കാണാൻ ഒത്തിരി പഠിപ്പിച്ച, അല്ലെങ്കിൽ നമ്മളെ ഇതിൽ എന്നെ പാഷനേറ്റഡ് ആക്കിയ, അല്ല എന്നെ പ്രൊഫഷണൽ പാഷനേറ്റഡ് ആക്കിയ ഒരു സിറ്റിയാണ്. സോ ലുക്ക് അറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹാർബർ ബ്രിഡ്ജ്. ലുക്ക് അറ്റ് ദാറ്റ്.
ഗോഡ്. അല്ലേ, അടിപൊളിയല്ലേ? 4 വർഷം ഇവിടെ പലയിടത്തുമാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്ന വ്യൂസും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ ചാൻസസുകളും ഒക്കെ നമുക്ക് ഓർമ്മ വരും. സോ ഐ ലവ് ദിസ് സിറ്റി ഫോർ എ റീസൺ. സം പീപ്പിൾ ഐ ഡോണ്ട് നോ ഇഫ് ചിലർ ഡിസഗ്രി ചെയ്യുമോ അതെന്താ അങ്ങനെ ഇങ്ങനെയെന്നോ അല്ലെങ്കിൽ സിഡ്നി അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ. സി ആസ് എ ഷെഫ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഫ്രഷ് ഇൻഗ്രീഡിയൻസ്, അതായത് നല്ല ഓയിസ്റ്റേഴ്സ്, നല്ല സീ ഫുഡ് എസ്പെഷ്യലി ലോട്ട്സ് ഓഫ് സീ ഫുഡ് ഇവിടെ നിന്ന് സോഴ്സ് ചെയ്ത് നമ്മൾ പലപ്പോഴായി ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്, റൈറ്റ്? ദാറ്റ്സ് യുവർ കരിയർ. എവിടെ നിന്നാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിൻ്റെ കരിയർ തുടങ്ങിയതെന്നുള്ളൊരു കഥ പറയാൻ പറ്റിയൊരു സ്ഥലം അല്ലേ? അങ്ങനെ കഥ പറയാൻ പറ്റിയൊരു സ്ഥലമുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിലൊരു സ്ഥലമുണ്ടെങ്കിൽ അത് സിഡ്നിയാണ്. അതിന് ശേഷമാണ് മെൽബൺ. അതിന് ശേഷം മാത്രമാണ് മെൽബൺ. കാരണം ഇവിടെ നിന്നാണ് ഫുൾ തുടങ്ങിയത്. സോ ദിസ് ഈസ് ഷെഫ് ലിജു. പ്ലീസ് ഡു സപ്പോർട്ട് മീ. എൻ്റെ കഥകൾ, ഞാൻ പറയുന്ന ഓരോരോ ചെറിയ ചെറിയ ഫുഡിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനെ പറ്റിയിട്ടോ ഉള്ള കഥകൾ, അല്ലെങ്കിൽ സിഡ്നിയുമായിട്ട് കണക്ഷൻ ഉള്ളവരുടെ കഥകൾ. പോയിന്റിലുള്ള ലൂണ പാർക്ക് എന്ന് പറയുന്നത്, ലൂണ പാർക്ക് അത്യാവശ്യം ഭയങ്കര ഫേമസ് ആണ്. സിഡ്നിയിൽ വരുന്നവരെല്ലാവരും ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള ഹാർബർ ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂ ആണ്. Can you see? Yeah. That's it. Okay, Harbour Bridge walk. നോക്കി ഹാർബർ ബ്രിഡ്ജിൻ്റെ ആർക്കിടെക്ചർ ഇത് കഴിഞ്ഞിട്ട് ഇനി ഏകദേശം ഒരു 100 മീറ്ററോളം മുകളിലാണ് ഇതിൻ്റെ ആ വ്യൂ. ആ വളഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ മുകളിൽ കയറണമെങ്കിൽ അത് നല്ല ഡിഫറെൻറ്റ്. $150 പോലെ കൊടുക്കണം. ഒരു ജേണി ഉണ്ട്. ഈ പാലം അവർ മെയിൻറ്റെയിൻ 93 ഇയേഴ്സ് ആയെന്നാണ് പറയുന്നത്. പുത്തം പോലെ ഇരിക്കുന്നു അല്ലേ? ഒരു തുരുമ്പുമില്ല, ഒരു പ്രശ്നമില്ല. ആണ് എൻ്റെ ഒരു സംഭവം. ആ ഒരു ഐലൻഡ് പോലെ കാണുന്ന എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ടെൽ മീ വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, കാരണം അത് വാക്വേ ആയിരുന്നു, ഇതായിരുന്നു വാക്വേ. ഓക്കെ, ഇത് വാക്ക് വേ ആയിരുന്നാണോ പറയുന്നത്? എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, ഇതിന് ചരിത്രം അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാം. ഇത് വാക്ക് വേ ആണെന്നാണ് അണ്ണം പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 1, 2, 3, 4, 5 പ്ലസ് ഇതൊരു ആണെങ്കിൽ 6 അല്ലേ? 6 ലൈനല്ലേ? അല്ല, അങ്ങോട്ടാ 3 ലൈനുള്ളൂ. അങ്ങോട്ട് 3 ലൈനില്ല. ഉണ്ട്. ഇത് ഇതുകൂടെ കൂട്ടണം. ഇത് ഓടുന്നുണ്ടോ? ഇപ്പോൾ 3 ആയില്ല. അവിടെ 2 ഉണ്ട്. അവിടെ 4 ഉണ്ട്. 1, 2, 3, 4 ഇൻറ്റു ഇട്ടിരിക്കുന്നത്. പിന്നെ 2, 4, 6 ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ ഇത് 7 പ്ലസ് 2 ട്രെയിനിന് പോകാനുള്ള സ്ഥലം. 93 വർഷം മുന്നേ ട്രെയിനൊക്കെ പിന്നെ ഉണ്ടാക്കിയതാ. ട്രെയിൻ ഉണ്ടാകുന്ന അറ്റാച്ച് ചെയ്ത് വിടുമോ പിന്നെ ഒത്തിരി ഇപ്പോൾ മനസ്സിലാവും. ട്രെയിനൊക്കെ അവർ എന്തെങ്കിലും ഇട്ടിട്ടായിരിക്കും ചെയ്തിട്ടുള്ളത്. അതാ എനിക്കറിയത്തില്ല. അങ്ങനെ അല്ലെങ്കിൽ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നെങ്കിൽ കഥ അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാം. ആ 93 വർഷം മുന്നേ ട്രെയിൻ ഉൾപ്പെടെയാണ് ഇതിട്ടെങ്കിൽ അത് അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ. ബട്ട് കംപ്ലൈൻറ്റ് ഇല്ല. ബട്ട് ദാറ്റ് വിഷൻ, അതായത് ഒരു 10-100 കൊല്ലം മുന്നോട്ട് ചിന്തിച്ച് ചെയ്ത, അപ്പോൾ അങ്ങനെ ഒരു വിഷൻ ഉള്ള ഒരു പാലമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ലണ്ണ, നിങ്ങളുടെ അഭിപ്രായം എന്നാ? അല്ല, താങ്കൾ പറഞ്ഞത് വളരെ ന്യായവും യുക്തവുമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? വിഷനെ നമ്മൾ അംഗീകരിക്കുന്നു. പ്ലാനിങ്. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം എന്നാണെന്നറിയാം. ഈ നാട്ടിൽ ആദ്യം റോഡ് വരും, എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഡെവലപ്മെൻറ്റ് വരും. അല്ലാതെ ആദ്യം ഡെവലപ്മെൻറ്റ് വന്നിട്ടല്ല റോഡ് വരുന്നത്. അത് അത്യാവശ്യം വിവരമുള്ള എല്ലാ നാട്ടിലും അങ്ങനെയാണ്. ദേ പ്ലാൻ ദ റോഡ് ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫസ്റ്റ്, ദെൻ ദേ ഡു ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതെങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു പുതിയ പ്രൊജക്റ്റ്
ജസ്റ്റ് അവൻ്റെ സ്ഥലമാണെങ്കിൽ അങ്ങ് ലൈസൻസ് കൊടുക്കുമല്ല. അതെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ലൈസൻസ് കൊടുക്കൂ. ഒരു പ്ലോട്ട് വന്ന് ഒരു ഡെവലപ്മെൻറ്റ് ഏരിയ വരുവാണെങ്കിൽ അവിടെ ആ അതിലേക്ക് കണക്ട് ചെയ്യുന്ന വഴിയിൽ ഇത്ര വണ്ടിക്കും കൂടെ ഇപ്പം ഒരു 100 പുതിയ വീട് വരുവാണെങ്കിൽ ആ 100 വീട്ടിലോട്ടുള്ള വണ്ടിയും കൂടെ വന്നു കഴിയുമ്പോൾ അതിലേക്കുള്ള കണക്റ്റിംഗ് റോഡ്സിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഈ പുതിയ ഇത്ര റോഡ് വണ്ടി വന്നാലോ പൈപ്പ് ലൈൻ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, സീവേജ് ലൈൻ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇവിടുത്തെ പിള്ളേർക്ക് പഠിക്കാനുള്ള സ്കൂൾസും സെറ്റപ്പ് ഏരിയകളും ഇതെല്ലാം നോക്കിയിട്ടാണ് ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം ന്യൂ അപ്പം ആ ഒരു വിഷനുള്ള എല്ലാ ലീഡേഴ്സിനും ഒരു ഹാറ്റ്സ് ഓഫ്. നമ്മളവിടെ അങ്ങനെ പറഞ്ഞ അന്ന് സമരമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സിഡ്നി ഹാർബർ ബ്രിഡ്ജ്. എൻ്റെ കഥ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ സമയമില്ല, ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വായിക്കാം. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായി. ഞാൻ ഡാർലിംഗ് ഹാർബറിൽ എത്താറായി. വിശക്കൊന്ന് ഫുഡ് അടിക്കണം. ഓക്കെ, ബൈ ബൈ. പക്ഷേ ഈ ചൈനീസ് വന്ന് കളിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ചെറിയ ഈച്ചൊന്നുമില്ല, $100 വെച്ചിട്ടുള്ള കളിയുള്ളൂ. അടിച്ചാൽ മൊത്തത്തിൽ വാരും അങ്ങ് 100ൻ്റെ 3 ഇരട്ടിയാണ് വീഴും. നമുക്ക് അങ്ങനെ കളിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലല്ലോ. എനിക്കൊന്ന് അവർ വന്നിട്ട് ലക്ഷങ്ങൾക്കായി കളിക്കുന്നത് ആണ്. ഹാർബർ ബ്രിഡ്ജ് സിറ്റിയിൽ വന്ന് അവസാനിക്കുന്ന സ്ഥലം. ഇത് മേലോട്ട് കയറി നോക്കാൻ വേണം അല്ലേ? നോക്കണം, നോക്കാം. നിങ്ങളിവിടെ പോയി നോക്കിയോ? ഞാൻ ആദ്യം അവിടുന്ന് വന്നു. എല്ലായിടത്തും ഇതുപോലെ ഫലകങ്ങൾ വെച്ചിട്ടുണ്ട്. ഫലകങ്ങൾ ഞാൻ നമ്മുടെ ഹോട്ടലിൽ നിന്ന് നടന്ന് ഇവിടെ വന്ന് ഇതിന് മുകളിൽ കയറി വരാനാണ് വരുന്നത്. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് വഴി കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇവിടെ വലിയ സംഭവമൊന്നുമില്ല, അങ്ങനത്രേ ഉള്ളൂ അല്ലേ? ആ ഒരു സിറ്റി ലെവലെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ വ്യൂ കൊള്ളാം. വ്യൂ കണ്ടു ഗൈസ്. അപ്പോൾ ഇതോടെ സിറ്റി വന്ന് തീരും. ആ ബ്രിഡ്ജ് അയ്യ നോക്കാം. കാഹിൽ വാക്കോ എന്തല്ലേ, പഴയ ഒരു വീട് പോലെ പണിതിരിക്കുകയാണ്. പാലമാണ് എഴുതി വെക്കണം അവിടെ. ഇത് ബ്രിഡ്ജിനകമാണ് ഗൈസ്. നൈസ്, നല്ല തണുപ്പുണ്ടേ. അല്ല, ഇതിനകത്ത് തണുപ്പില്ലേ? പണ്ട് നമ്മുടെ ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻസ് ഇല്ലേ, പഴയ രാജകൊട്ടാരങ്ങൾ. ഈ ഭാഗത്ത് കുറേ കഫേസും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേണോ? ഈ ഭാഗത്ത് കുറേ കഫേസാണ്. അതിലെ പോയി കിട്ടിയല്ല, ഇവിടെയാണ്. ഇതുണ്ടോ? ഈ സ്ട്രീറ്റാണ്. ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഇത്രയും വർഷം സിഡ്നിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം നമുക്കന്ന് ജോലി ചെയ്യാൻ, പൈസ ഉണ്ടാക്കാനും പഠിക്കാനും ഒക്കെ സമയം തികയാതിരുന്ന സമയമാണ്. ഞാൻ കണ്ടു. ഇവിടെയൊക്കെ ഞാൻ വന്നിട്ടില്ല. അങ്ങോട്ട് പോകണോ? അത് കർത്താവേ, ഞാനിതിലൊന്നും വന്നിട്ടില്ല. ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ട് പോലും. നമ്മൾ ആലോചിച്ച് നോക്കി, ഞാൻ 4 വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു സിറ്റി കാണാൻ എത്ര സമയം വേണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഒരു സ്ഥലം കണ്ട് അത് മൊത്തത്തിൽ അതിൻ്റെ ഫീലർ പാറ നോക്കി. Breweries and brew bar, right? Brew bars and patisserie cafes and hotels. Lot of historical buildings. അതിനകത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. കഫേസും റെസ്റ്റോറൻറ്റ്സും. എവിടെ നിന്ന് നോക്കിയാലും വ്യൂ ആണ്, ഒരു രക്ഷയില്ല. This is Darling Harbour, Darlings.
നമ്മൾ ആ സ്ഥലത്ത് വന്നോ? ഇതെന്തോ MC നമ്മൾ പരിപാടി നടന്ന സ്ഥലം അവിടെ അത് അപ്പോൾ അതല്ലേ അതല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു കുറച്ച് ദൂരമുണ്ടോ? ഞാൻ ഈ വഴിക്കാണ് ഇവിടെ വന്നിട്ട് ഇതിലെ കയറിയപ്പോഴാണ് ആ റെസ്റ്റോറൻസ് എല്ലാം കണ്ടത്. ഒരു സിറ്റി കാണാൻ 4 വർഷമൊന്നും പോരാ എന്ന് ഉള്ള തിരിച്ചറിവിൽ ഇവിടെ വരുന്നതിന് മുമ്പേ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഐ നോ സിഡ്നി ആൻഡ് നൗ ഐ എം ടെല്ലിങ് യു that I don't. 4 വർഷം ഞാനൊരു തേങ്ങയും കണ്ടില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഒന്നും കണ്ടില്ല. കുറേ നാൾ ജോലിയുടെ പുറകെ പോയി. ഹാർബർ ബ്രിഡ്ജ് കാണുന്ന കുറേ ഇടത്ത് പോയിരുന്നു. ഒപ്പേര ഹൗസ് ആ വ്യൂ ഉള്ള കുറച്ച് സ്ഥലത്ത് പോയിരുന്നു. അത് സിറ്റി എനിക്ക് തോന്നുന്നൊരു എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആ ഒരു ഡെഡിക്കേഷനൊക്കെ എടുത്ത് കാണാനുള്ള മൈൻഡൊക്കെ ആയിട്ട് വരണം. എന്നാൽ പോവാം. One of the fortune of Sydney's oldest pub. Okay, what we are having. Oops. അപ്പോൾ ഇത് ഷെഫ് ലിജു ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ ഒരു സൈനിങ് ഓഫ് പറയുന്നത്. എന്നെ കുക്ക് ചെയ്യാൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ എന്നെ ഈ ഒരു പ്രൊഫഷണൽ പാഷനേറ്റഡ് ആക്കാൻ പഠിപ്പിച്ച ഒരു സിറ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എൻ്റെ മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു സൈനിങ് ഓഫ്. ദിസ് ഈസ് ഷെഫ് ലിജു. പ്ലീസ് സപ്പോർട്ട് മീ. നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ പ്രൊഫഷനുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ please support me and follow me, and this is Chef Liju signing off. Bye bye. Ciao.